ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോകട്ടോ. ആ ഒരു സന്തോഷവും ആ ഒരു പടപ്പടപ്പങ്ങൾ കാണണം കേട്ടോ. ഞാൻ എപ്പോൾ എല്ലാ ആഴ്ചയും വീട്ടിൽ പോകും. ഞാൻ വീട്ടിൽ പോകാമെന്ന് അങ്ങനെ വിചാരിക്കില്ല, മീൻസ് എല്ലാ ആഴ്ചയും പോകണ്ടെന്നേ വിചാരിക്കുള്ളൂ. പക്ഷെ അപ്പം തന്നെ ഉമ്മ വിളിക്കും കേട്ടോ. വെള്ളിയാഴ്ച ആകുമ്പോൾ ഉമ്മ വിളിക്കും, വാ അന്ന് പോരെ എന്ന് പോരെ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടാവും, വാ രസമല്ലേ എന്നൊക്കെ പറഞ്ഞു. പെട്ടിങ് കിടക്കെടുത്ത് ഞാൻ ഓഫീസിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഷിഫാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷിഫാനോട് ഹൈ ബൈ ഒക്കെ പറഞ്ഞു. ഇന്ന് അധികം ഓഫീസിലെല്ലാവരും ലീവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ള ഉണ്ടായിരുന്നു കാര്യമായിട്ട്. അങ്ങനെ കഴിച്ച് നമ്മൾ കുറേ നേരം നമുക്ക് വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതാ വായിക്കുന്നു. പിന്നെ നമ്മളെ കുറച്ച് വർത്താനം. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ഇന്നയാൾ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഈ എന്തായാലും ഫുഡൊന്നും കൊണ്ടുവരാൻ നിൽക്കണ്ട, ഞാൻ ചെമ്മീൻ്റെ മജ്ബൂസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് മീൻ കഴിക്കുന്നത്. വീട്ടിലാകുമ്പോൾ നമ്മൾ മീൻ എപ്പോഴും കഴിക്കല്ലോ. ഇപ്പോൾ ഇവിടെ അധികം പച്ചക്കറിയാണ് കഴിക്കൽ. അങ്ങനെ ഗൈസ് മജ്ബൂസ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ടാണ് ചെമ്മീൻ മജ്ബൂസ് കഴിക്കുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഷിഫാനെ പാവം വടകേന്ന് 2 ചോറ്റുപാത്രത്തിൽ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞാൽ എനിക്ക് തിന്നാൻ വേണ്ടി വന്നാൽ ഗൈസ്. ഞാനാണെങ്കിൽ അങ്ങനെ വിശാലമായി ഫുഡ് കഴിക്കുന്ന ഒരു വ്യക്തിയല്ല, കുറച്ച് കഴിക്കും, ഒരു പാകത്തിനെ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകില്ല കേട്ടോ. പിന്നെ ഞാൻ സ്റ്റോപ്പിലാണ് പുതിയ പതിവ്. എനിക്ക് ഓവറായിട്ട് ഗൈസ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് തീരെ പറ്റില്ല, എനിക്ക് പോവില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഗൈസ് പിന്നെ ഞാൻ ലുലു മാളിലേക്കാണ് പോയത്. ലുലു മാളിൽ 50% ഓഫർ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത്. ഇത് ഗൈസ് കുറച്ച് ഓൾഡ് വ്ളോഗാണ്, കാരണം എനിക്ക് ചില സമയത്ത് എഡിറ്റ് ചെയ്യാൻ മടിയോണ്ട് ചിലപ്പോൾ ഞാൻ അവിടെ ഇട്ട് പോയിട്ടുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പോയിട്ടുണ്ടെങ്കിൽ പെന്നിൻ്റെ സെക്ഷനിൽ പോകട്ടോ. എനിക്ക് പെന്നിൻ്റെ സെക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പെന്ന് വാങ്ങാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ മിഫക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ വിചാരിച്ചത്. അപ്പോൾ ഏറ്റവും ഉപകാരമുള്ളത് എനിക്ക് തോന്നുന്നു പെന്നാണ് നോക്ക്. അതുകൊണ്ട് ഞാൻ ആ പെന്ന് എടുക്കാൻ വിചാരിച്ചു. പക്ഷെ അത് പല കളറുള്ള, അതുകൊണ്ട് കാര്യമില്ലല്ലോ, ഒരേ കളർ കിട്ടണമല്ലോ, എഴുതി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഈ പെന്ന് ഒരു 30 പെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു. പിന്നെ എനിക്കൊരു കുഞ്ഞു ബോട്ടിൽ വേണമെന്നുണ്ടായിരുന്നു. ഓഫീസിലേക്ക് ഇങ്ങനെ ബാഗിലിട്ട് കൊണ്ട് ക്യാരി ചെയ്യാൻ പറ്റിയൊരു കുഞ്ഞു ബോട്ടിൽ. ഞാൻ നല്ല വെള്ളം കുടിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ കുപ്പി കണ്ടാൽ ചിലപ്പോൾ വെള്ളം കുടിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ ഞാൻ. അങ്ങനെ എനിക്കൊരു ചെറിയ ബോട്ടിൽ ഓഫീസിലേക്ക് ഡെയിലി കൊണ്ടുപോകാൻ പറ്റി. ഗൈസ് ഞാൻ അവിടെ എത്തിയപ്പോൾ ലുലു മാളിൽ ഫുള്ള് ജനത്തിരക്ക്, നിൽക്കാനും സ്ഥലമില്ല. ബില്ലിൻ്റെ സെക്ഷൻ പോയി ഞാൻ ഓൾമോസ്റ്റ് 5:30 ആയിക്കുന്ന എന്തായാലും ഓഫീസിൽ നിന്ന്. അന്ന് ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങിയ പാടന്നെ ഗൈസ് ഞാൻ സാധനമൊക്കെ വാങ്ങി എല്ലാം വേഗം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പക്ഷേ ബില്ലിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ഫുൾ തിരക്ക്, അങ്ങോട്ട് നിൽക്കാൻ സ്ഥലം, ഇങ്ങോട്ട് നിൽക്കാൻ സ്ഥലം ഗൈസ്. അങ്ങനെ ഈ 2 സാധനത്തിന് തന്നെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടാട്ടോ കിട്ടിയത്. അപ്പോഴത്തേക്കും രാത്രിയായി ഗൈസ്. പിന്നെ KSRTCയിലാണെങ്കിൽ സ്ഥലം ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ എങ്ങനെയോ നിന്ന് വീട്ടിലെത്തിയിട്ടുള്ള നെക്സ്റ്റ് ഡേ ആട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ആൻറ്റി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ ആൻറ്റി വന്നാൽ എൻ്റെ വൈത്താലെ പോകണമെന്നാണ് നമ്മൾ രണ്ടാളും. നമ്മളാണല്ലോ അപ്പം തന്നെ പർദ്ദട്ടിട്ട് പുറത്തേക്ക് നിന്നിട്ടോ, എന്നാൽ പിന്നെ എന്നെ പിടിക്കല്ലോ എന്ന്. അങ്ങനെ മീനൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ളതിൽ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടോ. ഈ ബാഗ് കഴിഞ്ഞിട്ട് എടുത്തിന്. ഈ ബാഗ് വെയിറ്റ് ഇല്ലെങ്കിൽ ഇത് പാറി കളിക്കാൻ കഴിച്ചു. എന്നിട്ട് ഓട്ടോന്ന് കാറ്റിനിട്ട് ഭയങ്കര പാറില്ല. ഞാൻ വെച്ചാൽ തെറിച്ച് പോയിണ്ടാവുന്നു. ഇത് വെയിറ്റ് ഉണ്ടാകുമ്പോഴേ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കേസ് നമ്മൾ മെയിനായിട്ട് ഷവർമ്മക്കാട്ട് പോകുന്നത്. ആൻറ്റി വന്ന് നമ്മൾ അപ്പോൾ ഉടനെ വൈത്താലെ പോയിങ്ങാണ്ട് ഷവർമ്മ വാങ്ങിച്ചോ നോക്കുന്ന ആൾക്കാർ. അങ്ങനെ ഷവർമ്മ കുറേ നാളത്തിന് ശേഷം ഞാൻ പിന്നെ അന്ന് കഴിച്ചിന് കേട്ടോ. പിന്നെ മൂപ്പരാടെ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നോക്കി അങ്ങനെ നിന്ന്. പിന്നെ കുറച്ചും ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാണ്ടായിരുന്നു എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു ഗൈസ്. എല്ലാം വാങ്ങിയതിന് ശേഷം എൻ്റെ വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് അത്യാവശ്യം നൈറ്റ് ആയിട്ടോ. പിന്നെ ഗൈസ് പിറ്റേ ദിവസമാണിത്. ഞാൻ മോർണിംഗിൽ തന്നെ നീറ്റിട്ട് ബസ്സിന് കാത്തുക ഗൈസ്. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് വരാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല വിഷമമുണ്ട് കേട്ടോ, കാരണം വീട്ടിലെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഞാൻ അങ്ങനെ വല്ല ഫുഡ് കാണുന്നല്ല കേട്ടോ, എനിക്ക് എല്ലാം ടണ്ണാണ്. ഇതിൽ വീട്ടിലൊരു സ്പെഷ്യലല്ലേ. അങ്ങനെ മിഫനെ ഞാൻ ഉറക്കത്തു നിന്ന് എണീപ്പിച്ച് ഗൈസ്. ഇത് 2 കവറിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് പിടിക്കാൻ ആരെങ്കിലും വേണ്ട, ഇമ്മക്കാണെങ്കിൽ നടന്ന് അവിടെ വരെ എത്താൻ പറ്റില്ല. പിന്നെ ഒരു ബാഗ്, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചു. എന്തായാലും കഷ്ടപ്പെട്ട് ഓഫീസിലെത്തിട്ടോ. എപ്പോഴത്തേക്കും എൻ്റെ കവറൊക്കെ ഫുള്ള് പൊട്ടിക്കുന്നത്, അതായത് വേറെ കോമഡിയായി. ഇനിയിപ്പോൾ ഇത് എങ്ങനെ കൊണ്ടാവുന്നുള്ള ടാസ്ക് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും അടുത്ത് ചാവി ഉണ്ടായിരുന്നു. അപ്പോൾ ആരാ എത്തുന്നത്, ഒരാണെങ്കിൽ തുറന്ന് കയറിയാൽ പോരല്ലേ വെച്ചിട്ടാണ്. എനിക്ക് ഞാൻ എപ്പോഴും അധികം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നേരത്തെ എത്താറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കീ എടുക്കും, പിന്നെ വേഗം ഓഫീസിൽ കയറി ഇരുന്നാൽ മതിയല്ലോ. പിന്നെ ഫസ്റ്റ് പഞ്ചിങ്, അത് കഴിഞ്ഞിട്ടാണ് അതാണല്ലോ, അതങ്ങനെയാണല്ലോ. പിന്നെ കയറിയതിന് ശേഷം ഗൈസ് ഞാൻ എൻ്റെ കുപ്പീൻ്റെ ഭംഗി നോക്കാട്ടോ. നമ്മൾ എന്ത് പുതിയ സാധനം വാങ്ങിയാലും കുറച്ച് ദിവസം അതിൻ്റെ ഭംഗി നമ്മളൊന്ന് ആസ്വദിച്ചു കൊണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി വിളിക്കുന്നത് എന്തോ ആവശ്യത്തിന് മോളെ കൊണ്ടുവന്നിട്ട് തരണം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും അങ്ങനെ ഇങ്ങനെയായിട്ട് എൻ്റെ സമയം അങ്ങനെ പോകാട്ടോ. പിന്നെ ഗൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമൃതം ഉണ്ട്, എന്തോ ഒരു കേക്ക്. ഞാൻ വിശക്കണമെന്ന് പറഞ്ഞാൽ അമൃതം എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഒപ്പിച്ചു കേട്ടോ. എന്തോ ഒരു ജസ്റ്റ് കേക്ക് പീസ്. അപ്പോൾ വളർന്ന് കഴിച്ചു വന്നു. അങ്ങനെ ഓഫീസിലെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതതിൻ്റെ സൈഡായിട്ട് നടക്കുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായി
കേട്ടോ പോയിരുന്നത്. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് അങ്ങനെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചാൽ പോകുന്നു. ഞാൻ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കൊടുക്കുന്നത്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അങ്ങനെ അമൃത ഭയങ്കര വർക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം പിന്നെ എനിക്ക് നിസ്കരിക്കാനുണ്ടായിരുന്നു. നിസ്കരിക്കാൻ നോക്കിയപ്പോഴാണ് ഗൈസ് എൻ്റെ കുപ്പായത്തിന് കൈയില്ലാതായിരുന്നു. കൈ ഷോക്സ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് കൈയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയത്. എന്തായാലും ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിലിടുന്ന കുപ്പായങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ. അപ്പോൾ അതുണ്ടായതുകൊണ്ട് ഫുൾ കൈൻ്റെ ആയതുകൊണ്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിസ്കരിക്കാൻ വെച്ചു. പിന്നെ ഗൈസ് കണ്ടില്ല, ഇപ്പോൾ കുപ്പി ഉണ്ടായതുകൊണ്ട് ഫുൾ വെള്ളം കുടിയോ കേട്ടോ. അതിന് നിസ്കരിക്കാൻ വന്നു. നിസ്കാരം പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞില്ല, ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ വർക്കിലേക്ക് പോകുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടാകുമ്പോൾ വേഗം ഓടിപ്പോട്ടോ. അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും നിൽക്കില്ല. പിന്നെ നമ്മളെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുള്ളതിൽ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ അമൃത പിന്നെ അന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിംഗ് ലൈറ്റാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് എന്നാൽ എല്ലാ ലഗേജും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പകുതി ലഗേജ് എടുത്തിട്ട് പകുതി ലഗേജ് അവിടെ തന്നെ വെച്ച് പോകാൻ നേരത്തെ ഒരു മേക്കപ്പ് ഇടൽ പരിപാടികളാണ്. ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ടാറ്റാ ബൈ ബൈ ആൻഡ് സീ യു ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ്.